നോർത്ത് ഗോവയിൽ നിന്ന് 45 മിനിറ്റ് യാത്ര ചെയ്തിട്ട് ഓൾഡ് ഗോവയിൽ എത്തിയിട്ട് ഓൾഡ് ഗോവയിലെ ഫേമസ് ആയിട്ടുള്ള ബാസിലിക്ക ചർച്ചും കത്രേൽ ചർച്ചും പിന്നെ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കർമാലി റെയിൽവേ സ്റ്റേഷൻ കണ്ടുകൊണ്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഫബീറാണ്, വെൽക്കം ബാക്ക് ട്രാവൽ ടു ഫബീർ. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓൾഡ് ഗോവ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് നോർത്ത് ഗോവയുടെയും അതുപോലെ സൗത്ത് ഗോവയുടെയും ഇടയിൽ എടുക്കുന്ന ഒരു സ്ഥലമാണ് ഓൾഡ് ഗോവ. അതായത് ഗോവയുടെ ഒരു ചരിത്രം നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് ഈ ഒരു ഓൾഡ് ഗോവ കേട്ടോ. ഓൾഡ് ഗോവയിലേക്ക് നമുക്ക് ഇവിടുന്ന് ഏകദേശം 40 മിനിറ്റോളം യാത്ര വേണ്ടി വരുന്നത്. അതും അത്യാവശ്യം ഇപ്പം നല്ല രീതിയിലുള്ള റോഡായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും. നമ്മൾ ഓൾറെഡി ഗോവയിൽ ഇന്നലെ വന്നതായിരുന്നു. ഇന്നലെ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ വാഗ ബീച്ചും അതുപോലെ കല്ലങ്കോട്ട് ബീച്ചൊക്കെ കണ്ട് നൈറ്റ് ലൈഫൊക്കെ നല്ല രീതിയിൽ ആഘോഷിച്ച് നമ്മൾ സ്റ്റേ ഒക്കെ ചെയ്തിട്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ നമ്മൾ നേരെ പോയത് ഒരു ബോട്ടിംഗ് സഫാരി ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് അഗോഡ ഫോർട്ടും പിന്നെ അതിൻ്റെ തൊട്ടടുത്ത ലൈറ്റ് ഹൗസ് ഒക്കെ കണ്ടിട്ട് വരുന്ന വഴിയാണ്. ആക്ച്വലി നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ജൂൺ മാസത്തിലാണ്. ജൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയൊക്കെ ഉള്ള ഒരു സമയം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിവിറ്റീസ് ഒക്കെ കുറവായിരിക്കും. ജൂൺ മാസത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ജൂൺ ജൂലൈ മാസത്തോട് കൂടിയിട്ട് ആക്ടിവിറ്റീസ് ഒക്കെ കുറവായിരിക്കും. ഏകദേശം ഒരു ഓഗസ്റ്റ് പകുതിയോട് കൂടിയിട്ടായിരിക്കും വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കുക. ഇപ്പം തന്നെ നിങ്ങൾക്ക് ദൂരെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്രത്തോളം മഴക്കാർ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കേട്ടോ. നമ്മൾ ഗോവയിൽ വന്നിട്ട് 3 പകൽ 2 നൈറ്റും ഗോവയിൽ അടിച്ചു പൊളിക്കുന്ന രീതിയിലുള്ള പാക്കേജാണ് നമ്മൾ എടുത്തത്. നമ്മൾ സ്കൂട്ടറിൽ കറങ്ങുന്ന പാക്കേജാണ് എടുത്തിട്ടോ. അങ്ങനെ എടുക്കുമ്പോൾ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള സമയത്ത് പോയിട്ട് വരാമെന്നുള്ളതാണ്. സ്കൂട്ടറിൽ നമ്മൾ പെട്രോൾ അടിക്കണമെന്ന് മാത്രം. പെർ ഹെഡ് 4999 പാക്കേജ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മളൊരു അബദ്ധം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ക്യാഷ് ലാഭിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് കൂടിയിട്ട് നമ്മൾ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ട്രെയിൻ ബുക്ക് ചെയ്തത്. അത് ചെറുതായിട്ടൊന്ന് പളിപ്പോയി. കാരണം മഡ്ഗാവിൽ നിന്ന് പിക്കപ്പ് ഡ്രോപ്പ് സർവീസ് ആകുമ്പോൾ പാക്കേജിന് പ്രൈസ് കൂടുതലാണ്, അതെല്ലാവരുടെയും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മഡ്ഗാവിൽ നമുക്ക് പാക്കേജിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഹോട്ടലിലേക്ക് ബസ്സിന് വരാൻ വേണ്ടി ശ്രമിച്ചു. അത് അത്യാവശ്യം ഡിഫിക്കൽട്ടാണ്. ഒരു 3 hours ജേണി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗോവയിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഗോവയിലെ തിവിയ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, അവിടേക്ക് ട്രെയിൻ ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ്. ഗോവയിൽ തിവിയ റെയിൽവേ സ്റ്റേഷനിൽ എടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യുന്ന പാക്കേജസ് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. പെർ ഹെഡ് 4999 രൂപയ്ക്കാണ് ചാർജ് വരുന്നത്. ഇതുപോലെ ഒരു സ്കൂട്ടറും തരും. ആ സ്കൂട്ടറിൽ നമുക്ക് 2 ദിവസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി വരാം. പെട്രോൾ നിങ്ങൾ അടിക്കണം. പിന്നെ പെട്രോളിൻ്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ സ്റ്റേഷനിൽ പോയിട്ട് പെട്രോൾ അടിക്കണമെന്നില്ല. റോഡിൽ ഒരുപാട് സ്ഥലത്ത് പെട്രോള് ക്യാനിലായിട്ട് വിൽക്കുന്നുണ്ട്. 100 രൂപയ്ക്ക് ഒരു ബോട്ടിൽ പെട്രോൾ നമുക്ക് കിട്ടും. ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഓൾഡ് ഗോവയിലേക്കാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് ഗോവ ഹൈവേയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗോവ ഹൈവേയിലൂടെയാണ്. അതായത് മുംബൈ മുതൽ നമ്മുടെ തിരുവനന്തപുരം വരെ പോകുന്ന നമ്മുടെ നാഷണൽ ഹൈവേയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഇല്ല. നമ്മുടെ നാഷണൽ ഹൈവേയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് പോലും നമ്മൾ നാഷണൽ ഹൈവേയിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും നമുക്ക് വളരെ സേഫായിട്ട് പോകാൻ പറ്റിയ റൂട്ടാണ് കേട്ടോ ഇത്. ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് സ്കൂട്ടറിന് മാത്രം യാത്ര ചെയ്യാനുള്ളതാണ്. എസ്പെഷ്യലി ഗോവയിൽ നമുക്ക് നോർത്ത് ഗോവ മുതൽ സൗത്ത് ഗോവ വരെ ഇതുപോലെ ഈ ഹൈവേയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു NH നമുക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ സ്കൂട്ടർ പറ്റില്ല, ട്രാക്ടർ പറ്റില്ല, ഓട്ടോറിക്ഷ പറ്റില്ല. എന്നാൽ ഗോവയിൽ നേരെ തിരിച്ചാണ്. നമ്മളിപ്പോൾ ആ മൊത്തം 3 ട്രാക്കിൽ 2 ട്രാക്കിലൂടെ വലിയ വണ്ടികളും ഈ ഒരു ചെറിയ ഇപ്പുറത്തെ ട്രാക്കിലൂടെ സ്കൂട്ടറാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടായിട്ട് ട്രാഫിക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗോവ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഗോവയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്കൂട്ടറിൽ സൈറ്റ് സീന് വേണ്ടി പോകുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനൊരു സിസ്റ്റം ഇവരാക്കിയത് കേട്ടോ. പറഞ്ഞ് നമ്മൾ കാട് കയറി. ആക്ച്വലി ഈ ഒരു യാത്രയുടെ ഭംഗി യഥാർത്ഥത്തിൽ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന കണ്ട കാഴ്ചകൾ മൊത്തം ഇതേ ഒരു ഫ്ലോയിൽ നിങ്ങൾക്ക് പകർത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കും എൻ്റെ കൂടെ യാത്ര ചെയ്തൊരു ഫീൽ കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ നമ്മളൊരു നീണ്ട 45 മിനിറ്റ് യാത്രയ്ക്കൊടുവിൽ നമ്മൾ ഓൾഡ് ഗോവയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഹൈവേയിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ ഒരു ചെറിയൊരു ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾഡ് ഗോവ ചർച്ചും, ഇനി നമ്മൾ ഇവിടുന്ന് റൈറ്റാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുമെങ്കിൽ നമുക്ക് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ, അതായത് കാർമേലി റെയിൽവേ സ്റ്റേഷൻ നമുക്ക് കാണാൻ പറ്റും. ആദ്യം നമുക്ക് കാർമേലി റെയിൽവേ സ്റ്റേഷൻ പോയി കണ്ടിട്ട് നമുക്ക് ചർച്ചിൻ്റെ അടുക്ക് പോകാം. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നതാണ് കർമാലി റെയിൽവേ സ്റ്റേഷൻ. അതായത് ഓൾഡ് ഗോവയിലെ തൊട്ടടുത്ത് കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഓൾഡ് ഗോവ ചർച്ചിൻ്റെ അടുക്കൊക്കെ വെറും 2 കിലോമീറ്റർ ദൂരം മാത്രമാണ് വരുന്നത്. ആക്ച്വലി ഗോവയിൽ 3 റെയിൽവേ സ്റ്റേഷനാണ് മെയിനായിട്ടുള്ളത്.
ഒന്ന് മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷൻ, മറ്റൊന്ന് തിവിയം റെയിൽവേ സ്റ്റേഷൻ, പിന്നെ കർമ്മേലി റെയിൽവേ സ്റ്റേഷൻ. കർമാലി റെയിൽവേ സ്റ്റേഷന് നമ്മൾ അധികം ആൾക്കാരൊന്നും വന്ന് ഇറങ്ങാത്തൊരു സ്ഥലമാണ്. മറിച്ച് നിങ്ങൾക്ക് ഓൾഡ് ഗോവയിലേക്കൊക്കെ ചർച്ചൊക്കെ കാണാൻ വേണ്ടി പോകണമെന്ന പ്ലാനുള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ഇറങ്ങാം. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നൊരു സ്ഥലം തിവിയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്നതോ മഡ്ഗാവിനും. മഡ്ഗാവിന് നിങ്ങൾ എടുക്കുന്നത് തെറ്റാണ്. ഏറ്റവും നല്ലത് നിങ്ങൾ തിവി എടുക്കുകയാണ്. തിവി എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ കർമ്മേലി റെയിൽവേ സ്റ്റേഷൻ നിയറസ്റ്റ് ആണ്. നിങ്ങൾക്ക് ബൈക്കിന് ഇവിടെ വന്നിട്ട് സൈറ്റ്സിനെ കണ്ട് പോകുന്നതാണ്. ഞാൻ ഈ വഴി വന്നപ്പോൾ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ കാണാം എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്നുകൊണ്ട് കയറിയതാണ്. നമ്മളിപ്പോൾ കർമാലി റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ജംഗ്ഷനാണിത്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് പോകുകയാണെങ്കിൽ നോർത്ത് ഗോവയ്ക്കും, റൈറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൗത്ത് ഗോവയിലേക്കും പോവാം. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ വന്നിട്ടുള്ള NH ഹൈവേ ഉണ്ടല്ലോ, അവിടേക്കും കയറാം. ഓൾഡ് ഗോവ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം തെളിഞ്ഞു വരുന്ന ഒരു ചർച്ച്, ആ ചർച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ബാസിലിക്ക. ആക്ച്വലി കർമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രം ദൂരമുള്ളൂ കേട്ടോ ഈ ഒരു ഓൾഡ് ഗോവ ചർച്ചിൻ്റെ അടുക്ക് വരാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഒരു ഓൾഡ് ഗോവയിൽ വന്ന് നിങ്ങൾക്ക് ഈ വന്നിട്ട് ഈ ചർച്ചൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയ നിയറസ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കർമാലി തന്നെയാണ്. മറിച്ച് നിങ്ങൾ നോർത്ത് ഗോവ വൈബൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് തിവിയത്തിൽ പോയി ഇറങ്ങി അവിടെ നിന്ന് സ്കൂട്ടർ എടുത്ത് വരികയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു 45 മിനിറ്റ്സ് മാത്രമേ ദൂരം വരുന്നുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാനും പറ്റും. ബസിലിക്ക ചർച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സി കത്രേൽ ചർച്ച് ഉള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ബസിലിക്കയുടെ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നടന്നുകൊണ്ട് തന്നെ നമുക്ക് സി കത്രേൽ ചർച്ചിൻ്റെ അടുത്ത് പോകാൻ പറ്റും. ഏഷ്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് ചർച്ചുകളിൽ ഒന്നാണ് ഈ ഒരു സി കത്രേൽ ചർച്ച്. പോർച്ചുഗീസുകാരുടെ ഭരണകാലത്താണ് ഈ ഒരു ചർച്ച് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അതായത് ഒരു 1562 1619 കൂടിയിട്ടൊക്കെയാണ് ഇതിന്റെ കംപ്ലീറ്റ് പണി കഴിഞ്ഞതെന്നാണ് ചരിത്രം പറയുന്നത്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഗോൾഡൻ ബെല്ലാണ് കേട്ടോ. ഈ ചർച്ചിലുള്ള ഗോൾഡൻ ബെല്ലാണ് ഏഷ്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് ചർച്ച് ബെല്ലായിട്ട് കണക്കാക്കപ്പെടുന്നത്. നിങ്ങൾ ഗോവയ്ക്ക് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ബീച്ചസും നൈറ്റ് പാർട്ടീസും ഒക്കെ കഴിഞ്ഞ് ഒരു ദിവസം നിങ്ങൾ ഇവിടുത്തെ ഓൾഡ് പ്ലേസസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിയേക്കും കേട്ടോ. കാരണം ഇവിടെ കിട്ടുന്ന ഒരു വൈബ് എന്ന് പറയുന്നത് ഒരു വേറെ ഫീൽ തന്നെയാണ്. ആക്ച്വലി ഈ ഒരു ആംബിയൻസ് ഭയങ്കര രസം തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നിട്ടുള്ള നല്ല മഴയുള്ള സമയത്തായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മഴക്കാരൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളതുകൊണ്ട് നല്ല അടിപൊളി കാമൻ ക്വയറ്റ് ഒരു അന്തരീക്ഷമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത്ര സമയമില്ല. കാരണം വെച്ചാൽ നമുക്ക് തിരിച്ച് ഇത്രയും ദൂരം പോയിട്ട് നോർത്ത് ഗോവയിൽ കുറച്ച് വേറെ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ രാത്രിത്തെ ട്രെയിൻ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അധികമൊന്നും ഇവിടെ സ്പെൻഡ് ഇനി ചെയ്യാൻ നോക്കുന്നില്ല, പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണം. ഇനി നിങ്ങൾക്ക് ഗോവയിലേക്ക് എത്തിയിട്ട് ഗോവയിലെ തിവിയ റെയിൽവേ സ്റ്റേഷനിൽ പിക്ക് ചെയ്തിട്ട് തിവിയ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യുന്ന മലയാളികൾ ചെയ്യുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗോവ പാക്കേജ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 99 46 65 99 15 എന്ന നമ്പറിൽ നിങ്ങൾ ഇപ്പം തന്നെ വാട്സപ്പ് ചെയ്യാം.